ഇന്ന് അല്ലുവിൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ കാണിച്ചു തരാം കേട്ടോ. ചങ്ങായി ഇന്നലെ നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങിയേ. അതുകൊണ്ട് തന്നെ ബെഡിൽ നിന്ന് തൂക്കിയെടുത്തിട്ടാണ് കൊണ്ടുവന്ന്. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുളി കഴിഞ്ഞു, ഇപ്പോൾ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് സ്കൂളുള്ള ദിവസമാണേ, പോരാത്തന്നെ എക്സാമും. ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾ പോണതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ചങ്ങായിക്കൊരു മൂടുമില്ല, അങ്ങനെ കൊട്ടാവിട്ടിരിക്കുക. തലയിൽ കൂടെ 2 ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ടും എൻ്റെ ഉറക്കച്ചടവ് അങ്ങോട്ട് മാറിയിട്ടില്ല. പോകാൻ നേരത്തും ഇനി എന്നാ അമ്മ ലീവ് എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഞാനും കൂടെ സ്കൂളിൽ പോയിരുന്ന സമയത്ത് ഈ ഒരുക്കം രണ്ടാളതും ഒരുമിച്ചായിരുന്നു കേട്ടോ. എൻ്റെ അല്ലോ ബഹളായിരുന്നു. വീട്ടിലെ കാര്യങ്ങളും ചങ്ങായിനെ ഒരുക്കലും തീറ്റിക്കലും പറഞ്ഞയക്കലും ഞാൻ ഒരുങ്ങലും ഇറങ്ങലും എല്ലാം കൂടി പൊടി പൂരായിരിക്കും. ഇപ്പം ഞാൻ ഫ്രീ അല്ലേ, അപ്പം ചെറിയൊരാശ്വാസമുണ്ട്. പിന്നെ മൂപ്പർക്ക് അറിയേണ്ടത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നാണ്. ഇന്നലെ ഒരു പാക്ക് മാഗി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിയപ്പോഴേ പറയുന്നുണ്ട് അമ്മ രാവിലെ നാളെ മാഗി മതി. സാധാരണ ദോശയോ പത്തിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൊടുക്കൽ, അതാണ് നല്ലതും. പക്ഷേ ഇന്ന് അവന് വല്ലാതെ നിർബന്ധിച്ചപ്പോൾ ഞാൻ മാഗി തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. എങ്ങനായാലും വേണ്ടിയില്ല, പോയാൽ മതി. അങ്ങനെ കുളിയും പല്ലുതേപ്പും ഒരുങ്ങലും ഒക്കെ ഏറെക്കുറെ അവസാനിച്ചു. അലൻ്റെ ബോക്സിൽ പെൻസിലില്ലല്ലോ എന്നും പറഞ്ഞ് ടീച്ചർ ഞാനും കൂടി വിളിച്ചതാണ്. അതുകൊണ്ട് എല്ലാം ഒന്നുകൂടി ഉണ്ടല്ലോ എന്നൊന്നുകൂടി ചെക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒക്കെ ഉണ്ടാവും, സ്കൂളിലെത്തുമ്പോഴേക്കും അതൊക്കെ പോകും. ഈ സ്കൂൾ ബസ്സിൻ്റെയും സ്കൂളിൻ്റെ ഇടയ്ക്ക് എന്തോ സംഭവിക്കുന്നുണ്ട്. ആളൊരു ദാനശീലനാ, ആർക്കെങ്കിലും ദാനം ചെയ്തോ. എക്സാം കാർഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു, കുറച്ച് വെള്ളം എടുത്തു കൊടുത്തു, പിന്നെ സ്നാക്സിന് കുറച്ച് മുന്തിരിയും വെച്ചു കൊടുത്തു. ഉച്ചവരെ ഉള്ളൂ, അതുകൊണ്ട് സ്നാക്സ് മതി. ഒരാൾ കനത്ത പോളിങ്ങാ. സ്പൂൺ വെച്ചു കൊടുത്താലും കൈ കൊണ്ടേ തിന്നോളൂ, അതാണ് എൻ്റെ അല്ലു. പിന്നെ സ്നാക്സും വാട്ടർ ബോട്ടിലും ഒക്കെ ബാഗിലെടുത്ത് വെച്ചു. ഒന്നും മറന്നിട്ടില്ലല്ലോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യുകയും ചെയ്തു. ഓഹ്, നമ്മൾ പോകുമ്പോഴും കൂടി ഇത്ര ടെൻഷനില്ലായിരുന്നു. ഇപ്പം മക്കൾ പോയി തുടങ്ങിയപ്പോഴാണ്. പിന്നെ ഒരു കാര്യം കൂടി വെക്കാണ്ടായിരുന്നു. ഇനിയുള്ള എക്സാമിൻ്റെ ബുക്കും കൂടി മാം ബാഗിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി വെച്ചു കൊടുത്തു. ഈ സിബിനെന്തോ ഒരു പിടുത്തുണ്ടല്ലോ. ഓഹ്, ഈ മാസം കൂടി ഓടിക്കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ ആൾ റെഡിയായി. ഇനിയാണ് പ്രധാന ചടങ്ങ്, മുടി വാരൽ. ആ നനഞ്ഞ മുടി ഇങ്ങനെ സൈഡൊക്കെ എടുത്ത് പറ്റിച്ച് വാർന്ന് വിടുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് ഉമ്മമാർക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഉമ്മമാർക്ക് മാത്രം അറിയാവുന്ന ഒരു ഹെയർ സ്റ്റൈലാണിത്. എൻ്റെ ഒക്കെ എന്നോട് എപ്പോഴും ചോദിക്കും, എന്താണ് ആ ചെക്കൻ്റെ മുടി കാണിച്ചു വെച്ചത്. എന്തോ ഇങ്ങനെ വാർന്നു വിടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഐശ്വര്യം. അപ്പം ആ മുഖത്ത് എന്തോ ഒരു പ്രത്യേക കുലീനത വരും. ആര് കണ്ടാലും സോ ക്യൂട്ട് എന്ന് പറയാൻ തോന്നും. അതെനിക്ക് വേറെ ഹെയർ സ്റ്റൈലിങ് അറിയാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതിന് അതിൻ്റേതായിട്ടുള്ളൊരു രസമുണ്ട്. ഇനി ചങ്ങായിൻ്റെ ഷൂ കാണിച്ചു തരാം. ഇതാണ് ഷൂവിൻ്റെ കോലം. പോളിഷൊന്നും ചെയ്യില്ല, ജസ്റ്റ് വെള്ളം വെച്ചൊന്ന് തുടച്ചു കൊടുക്കും. വരുമ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആക്കി കൊണ്ടുവരാനുള്ളതല്ലേ, അപ്പം അത്രയൊക്കെ മതി. ഗ്രൗണ്ടിലെ മുഴുവൻ പൊടിയും എൻ്റെ മോൻ ഷൂമലാക്കി കൊണ്ടുവരും. അങ്ങനെ ചില പ്രത്യേക കഴിവുകളുള്ള ആളാണ് അവൻ. കണ്ടില്ലേ, ബാഗാണ് ആ തല തിരിച്ച് പിടിച്ചത്. ഉള്ളിലെ മുന്തിരി വെള്ളമൊക്കെ എന്തായിരുന്നാവും. എന്തെങ്കിലും ആവട്ടെ. ഏതായാലും കുളിച്ച് മാറ്റി കുട്ടപ്പനാക്കി ഞങ്ങളിത് ഇറങ്ങാൻ പോവാം. ഇവിടെ മുറ്റത്തേക്ക് വണ്ടി വരില്ല, കുറച്ച് അപ്പുറത്താണ് വരിക. അപ്പം അങ്ങോട്ടൊന്ന് ആക്കി കൊടുക്കണം. വഴിയിലൊക്കെ നല്ല നായ്ക്കളെ ശല്യം ഉള്ളതുകൊണ്ടേ ഞാനും കൂടെ പോകട്ടോ, അല്ലെങ്കിൽ ഒരു ബേജാറാ. നായ്ക്കൾ കിടന്നുറങ്ങുകയാണെങ്കിൽ വിളിച്ചുണർത്തുന്ന മുതലാ. അതുകൊണ്ട് എനിക്കൊരു വിശ്വാസം പോരാ, ഞാനും കൂടെ പോകും. അങ്ങനെതാ ഞങ്ങൾ ഇറങ്ങി. കുറേ ഒന്നും പോകാനില്ല കേട്ടോ, കുറച്ചപ്പുറത്തേക്ക്. ഞാൻ എക്സാമിനുള്ളത് ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പച്ചപ്പരീക്ഷക്കാരി എക്സാം ഏതാ? കേട്ടില്ലേ, പച്ചപ്പരിഷ്കാരം പാടിയാ പച്ചപ്പരിഷ്കാരി പോണേ. ഓൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടാ അത്. ഓ, നല്ലവനായ ഉണ്ണി. ഇനി വണ്ടി വന്നാൽ മതി, ബാക്കിയൊക്കെ സെറ്റ്. ഇബ്രാഹിംക്ക് ഓൺ ടൈമാ, ഇപ്പം എത്തും. അല്ലു കട്ട വെയിറ്റിങ്ങാ. ഇബ്രാഹിം ഖാൻ്റെ സ്വന്തം ആളാ. ഇപ്പോൾ ചങ്ങായി ചോദിച്ചാൽ എന്താണെന്നറിയോ, പെൻസിലും ബുക്കൊന്നും ഉണ്ടോയെന്നല്ല,
സ്നാക്സിന് എന്താ വെച്ചേണേന്ന്. പച്ചമുന്തിരിയാന്നറിഞ്ഞപ്പോൾ ആ മുഖത്തൊരു പ്രസാദം. പച്ചമുന്തിരി ഓനും അങ്ങനെയാണേ, അതുകൊണ്ടാ. അങ്ങനെതാ അല്ലുവിൻ്റെ പറക്കുന്തളിക്ക് വരുന്നുണ്ട്. കാണാൻ ഇത്തിരി ഉള്ളൂ എന്നുള്ളത് നോക്കണ്ട, ഈ ഏരിയയിൽ തന്നെ പ്രധാന ബ്ലോക്ക് ഉണ്ടാക്കുന്ന വണ്ടി ഈ വണ്ടിയാണ്. പിന്നെ ഇബ്രാഹിംക്ക പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെതാ എൻ്റെ മുത്തുമണി പോവാണ് കേട്ടോ. ഇവൻ വണ്ടിയിൽ കയറിയിട്ടേ ഞാൻ പോവലുള്ളൂ കേട്ടോ. ഇവൻ്റെ കൂടെ തന്നെ ഇവിടെ നിന്ന് ഒരാളും കൂടി കയറാനുണ്ട്, ആദി, എൻ്റെ കട്ട ഫ്രണ്ടാ. അങ്ങനെതാ രണ്ടാളും കയറിപ്പോയി. ടാറ്റൊക്കെ തന്ന് എൻ്റെ കുട്ടി പോയി. ഈ പോയ കൊടുങ്കാറ്റ് ഇനി 1 മണിക്കേ തിരിച്ചു വരുള്ളൂ. 1 മണിക്ക് സ്കൂൾ വിടും, 2 മണിയാകുമ്പോഴേക്ക് വീട്ടിലെത്തും. കൊടുങ്കാറ്റിനെ പറഞ്ഞു വെച്ച സന്തോഷത്തിട്ട് ഞാൻ താടിപ്പാടി പോവാം വീട്ടിക്ക്. പോണ പോക്കിലൊരു അടിപൊളി മാവുണ്ട്. ഇന്നലെ തന്നെ ഞാനൊന്നെ നോട്ടിട്ട് വെച്ചതാ, ഉണ്ടായിരിക്കണം. അല്ല, ഇതാ തൂങ്ങണ്. അപ്പോൾ അത് ഞാനിങ്ങെടുക്കുക. ആഹാ, നല്ല വർക്കത്തുള്ള മാങ്ങ. അപ്പോൾ മാങ്ങ കിട്ടി. മാങ്ങയും കൊണ്ട് പിന്നെയും നടന്നു. ഉഫ്, പൊട്ടിച്ചപ്പോൾ തന്നെ അതിൻ്റെ കറൻ്റെ ഒരു സ്മെല്ല്. ഉപ്പും മുളകും ഇട്ട് തിന്നാൻ ബെസ്റ്റാ. പിന്നെ അടുത്ത ഐറ്റം ചാമ്പക്ക. അതും കുറച്ച് പറിച്ച്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പെണ്ണിത് പോണ പോക്കിൽ ഓരോ വീട്ടിൽ നിന്ന് ഓരോന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോവാണല്ലോ. ഇതൊക്കെ നമ്മളെ സ്വന്തക്കാരാ, ഇതൊക്കെ നമ്മളെ സ്വന്തം. ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടാൻ എസ്തെറ്റിക് ആയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ നോക്കി. ഓഹ്, ഞാൻ തന്നെ. എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ അടുത്ത കൊടുങ്കാറ്റ് റെഡി. മൂപ്പരിപ്പോൾ ഉറങ്ങി എണീറ്റാട്ടോ, അതാണൊരു മന്ദപ്പ്. അപ്പം നല്ല ഉറക്കാ, ഉറങ്ങാലോ. ഇതിന് പിന്നെ പ്രത്യേകിച്ച് റുട്ടീനൊന്നുമില്ല. ഞങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ റുട്ടീനാണ്. ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ ഉറങ്ങൂല. ചിലപ്പോൾ നല്ല ചിരിയാവും, ചിലപ്പോൾ വെറും അലമ്പായിരിക്കും. ചില ദിവസം അപ്പിടും, ചിലപ്പോൾ അപ്പിടേയില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇതിന് പ്രത്യേകിച്ച് റുട്ടീനൊന്നുമില്ല. ഒരു റുട്ടീനും ഇല്ലാത്ത, ഒരു ലക്ഷ്യബോധവും ഇല്ലാത്ത ഞങ്ങളെ വീട്ടിലാകുള്ളൊരു മനുഷ്യനത്. വെറുതെ പാലുടിക്കുക, ചിരിക്കുക, ഉറങ്ങുക, ഇതൊക്കെ തന്നെ. ഈ ചങ്ങായിൻ്റെ മൂഡ് അനുസരിച്ചാവും എൻ്റെ മൂഡ് വരിക. ഇവൻ നല്ല മൂഡിലാണെങ്കിൽ ഞാനും നല്ല മൂഡിലാവും. ചങ്ങായി അലമ്പാണെങ്കിലോ എൻ്റെ മൂഡൊന്ന് നോക്കുക വേണ്ട. ഐ വിൽ ബി എ മൂഡ്ലെസ് പേഴ്സൺ. ഓ, വേറൊരു നല്ലവനായ ഉണ്ണി. ചങ്ങായിൻ്റെ കുറച്ച് എസ്തെറ്റിക് ഫോട്ടോ എടുക്കാൻ നോക്കിയതാ, സൺകിസ്ഡ്. പക്ഷെ അവൻ സഹകരിക്കണില്ല. അവൻ നിസ്സഹകരണം കാണിച്ചുകൊണ്ട് ഞാൻ പരിപാടി നിർത്തി. അപ്പം എന്നാൽ ശരി, പോയ വണ്ടി വരെയും തിരിച്ചു വരുമ്പോൾ ഞാൻ ബാക്കി പരിപാടി നോക്കട്ടെ.